നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യശയ്യാപ്രവചനം 25-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതെ വണ്ണവും ആക്കി തീർത്തു. അതൊരു നാളും പണിയുകയില്ല. അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും. ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ഭയങ്കരന്മാരുടെ ചീട്ടൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിലൊരു തണലും ആയിരിക്കുന്നു. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെപ്പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു. മേഘത്തിന്റെ തണൽ കൊണ്ട് ഉഷ്ണം എന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനം കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ്സ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽക്കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. യഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസിക്കുന്നുവല്ലോ. എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിലെ വെള്ളത്തിലിട്ട് ചവിട്ടുന്നത് പോലെ മോവാബ് സ്വസ്ഥാനത്ത് തന്നെ മെതിക്കപ്പെടും. നീന്തുന്നവർ നീന്തുവാൻ കൈ നീട്ടുന്നത് പോലെ അവൻ അതിൻ്റെ നടുവിൽ കൈനീട്ടുമെങ്കിലും അവന്റെ ഗർവവും കൈമിടുക്കും അവൻ താഴ്ത്തിക്കളയും. നിന്റെ ഉറപ്പും ഉയരവുമുള്ള മതിലുകളെ അവൻ താഴെ നിലത്ത് തള്ളിയിട്ട് പൊടിയാക്കി കളയും. 25-ാം അധ്യായത്തിൽ വളരെ പ്രസിദ്ധങ്ങളായ പല വാക്യങ്ങളുമുണ്ട്. 4-ാം വാക്യം, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. ഇസ്രയേലിന്റെ ചുറ്റും അന്നുണ്ടായിരുന്ന ജാതികൾ വളരെ പ്രബലരായിരുന്നു. അശൂറായാലും അരാമായാലും ബാബിലോൺ ആയാലും ഈജിപ്റ്റ് ആയാലും അതുപോലെ കൂഷ് ആയാലും അവര് വളരെ പ്രബലരായിരുന്നു. പക്ഷേ ദൈവം ഇസ്രയേലിനെ സഹായിച്ചു. ഇസ്രയേലിന് കോട്ടയായിരുന്നു എന്നാണ് 4-ാം വാക്യം. 6-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനം കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽക്കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ച് കളയും. ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, എന്നാൽ വിരുന്ന്, വലിയ വിരുന്നിൽ, പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ ഒക്കെ വിരുന്നിൽ വീഞ്ഞ് സുലഭമായിരുന്നു. അതുപോലെ വളരെ വിലപിടിപ്പുള്ള ഭക്ഷണങ്ങളും വീഞ്ഞുമൊക്കെ കഴിക്കുന്നത് പോലെ, അങ്ങനെ ഉല്ലസിക്കുന്നത് പോലെയുള്ള, അതായത് അതിന് സമാനമായ ആത്മീക സന്തോഷവും ഉല്ലാസവുമാണ് ദൈവരാജ്യത്തിൽ ഉള്ളത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവി സന്തോഷവും എന്ന് റോമാലേഖനം 14:17 8-ാം വാക്യം, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. സകല ജാതിയിലും വംശത്തിലുമുള്ള ആളുകളെ സുവിശേഷം അറിയിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞിരുന്നു,
എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എല്ലാവരും നിങ്ങളെ ഉപദ്രവിക്കും എന്ന്. അതുകൊണ്ട് തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ ഉപദ്രവങ്ങൾ നേരിടുന്നതിനാൽ അവര് കരഞ്ഞുകൊണ്ട് അത് ദൈവത്തോട് പറയുകയാണ്. എന്നാൽ കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ അവൻ ആ കണ്ണുനീർ തുടയ്ക്കുകയും അവരുടെ ദുഃഖങ്ങളെ മറക്കുമാറാക്കുകയും നിത്യാനന്ദം അവരുടെ തലയിൽ ഉദിക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് മരണദുഃഖം, ബന്ധുക്കളുടെയോ മിത്രങ്ങളുടെയോ മരണദുഃഖം അനുഭവിക്കാൻ ഇടയാകുകയില്ല. മരണമില്ലാത്ത ആ ദൈവരാജ്യം, അതാണ് അവരുടെ അവകാശം. 9-ാം വാക്യം, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെത്രയും നാം കാത്തിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവന്റെ രക്ഷയിൽ നാം ആനന്ദിച്ച് സന്തോഷിക്കും. ഇതാ എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ ആ വീണ്ടും വരവിൻ്റെ കാര്യമാണ്. ഇതാ നോക്കുക, അവൻ വരുന്നു, അവൻ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് രക്ഷിക്കും, ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതാണ് ആ വാക്കിൻ്റെ ആശയം. പാപനിമിത്തം സകല ജാതികളെയും, പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഉപദ്രവിച്ച ജനങ്ങളെ ദൈവം ന്യായം വിധിക്കുന്ന കാര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അവസാനം തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള ആ രാജ്യത്തിൻ്റെ വർണ്ണനയാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പട്ടണങ്ങളെ തകർക്കുന്ന കാര്യവും 4 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന് അതുമൂലം ലഭിക്കുന്ന ആശ്വാസവുമാണ്. 5 മുതൽ 9 വരെ യെരുശലേം ആസ്ഥാനമാക്കി ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതോടെ ദൈവജനം ആനന്ദിക്കും. പിന്നെ മരണദുഃഖം ഇല്ല എന്ന് നാം കണ്ടു. ദൈവം നൽകിയ രക്ഷയിൽ അവർ തുള്ളിച്ചാടും. മോവാബിനെ പോലെ ഇസ്രായേലിനെ ഉപദ്രവിച്ചവരൊക്കെ കണക്കിന് ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം, അതായത് മരണമില്ലാത്ത, രോഗമില്ലാത്ത, യുദ്ധമില്ലാത്ത, സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ദോഷങ്ങൾ ഇല്ലാത്ത, ഭക്ഷ്യക്ഷാമം ഇല്ലാത്ത, അതുപോലെ ഒന്നിനും ഒരു മുട്ടില്ലാത്ത ദൈവരാജ്യം കർത്താവിൻ്റെ വരവിങ്കൽ തീർച്ചയായിട്ടും സമാഗതമാകും. തന്നെ രക്ഷകനായി സ്വീകരിച്ച ചെറിയവരും വലിയവരും അതിൻ്റെ ഭാഗഭാക്കുകളാകും. തീർച്ചയായിട്ടും അന്ന് വലിയ അധികാരവും പദവിയും നമുക്കുണ്ടായിരിക്കും. നമ്മൾ വാഴുന്നവരായിരിക്കും. ആ പ്രത്യാശയോടുകൂടെ കർത്താവിനെ സ്നേഹിപ്പാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.